ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ഒരേ രീതിയിലുള്ള കടികളൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഒരു തവണ ഇത് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മളിതിലേക്ക് അരി അരച്ചിട്ടൊന്നും തയ്യാറാക്കുന്നില്ല, അതുപോലെ അരിപ്പൊടിയും ഉപയോഗിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി കൂട്ടിയിട്ടാണ് കഴിക്കണമെങ്കിൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. റെസിപ്പി ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ 2 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം തന്നെ വേണം കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം 2ാമത്തെ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് തന്നെ ഒരുമിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ടകളൊക്കെ മാറിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കട്ട ഉടച്ച ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരാറുണ്ട്, ഈസ്റ്റ് ഭയങ്കര കേടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈസ്റ്റ് അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണയും മാറിക്കിട്ടും. വീഡിയോയിൽ അത് പറയാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റാണ് മാറ്റി വെച്ചിട്ടുള്ളത്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ സമയം മാറ്റി വെക്കാം കേട്ടോ. നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. രാവിലെ നമ്മൾ ആദ്യം തന്നെ മാവ് തയ്യാറാക്കി വെച്ച ശേഷം ബാക്കിയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി, ഒരുപാട് പതഞ്ഞ് പൊങ്ങിയൊന്നും വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. കറി ഇല്ലാതെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊന്നും കടിക്കണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, അത് മതിയാവും. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. മൈദ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ വേവിച്ചെടുത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഹോളൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്